മുന്തിരി അലുവയാണ്. മുന്തിരി കൊണ്ടൊരു അലുവ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. 1 കിലോ മുന്തിരി, 1 കപ്പ് പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് നട്ട്സ്, പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ ഫുഡ് കളർ വേണം, പിന്നെ ഒരു മോൾഡിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അലുവ അതിലേക്ക് ഒഴിച്ച് വെക്കാനുള്ളതാണ്. മുന്തിരി ഒരു ജ്യൂസറിലേക്ക് ഇട്ട് ജ്യൂസ് അരിച്ചെടുക്കുക. കളറ് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർക്കുന്നത്. അലുവക്കൊരു കളർഫുൾ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. കുറച്ച് വെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി വെക്കുക. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അലുവയാണ്. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. ക്യാരറ്റ് ജ്യൂസ് വെച്ചിട്ടും ഇതുപോലെ അലുവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര അലിയിച്ചെടുക്കുക. നല്ലവണ്ണം മെൽറ്റ് ആയതിന് ശേഷം മുന്തിരി ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു അലുവയാണ് കേട്ടോ. മെൽറ്റ് ആയിട്ടുണ്ട് പഞ്ചസാര. ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ജ്യൂസ് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കോൺഫ്ലവർ കലക്കിയ വെള്ളം അതിലേക്ക് ഒഴിക്കാം. തിളച്ച് വരുമ്പോൾ ഫുഡ് കളർ യൂസ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നല്ല ഇളക്കി ഒരു പരുവമായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അലുവ ടേസ്റ്റ് ചെയ്യാൻ നേമോള് വരും, സ്കൂളിൽ പോയിരിക്കുകയാണ്. നല്ല പരുവമായി വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട് അലുവയുടെ. ഇനി കേക്ക് ടിന്നിലേക്ക് നമുക്കിത് മാറ്റാം. നട്ട്സ് അടിയിൽ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അധികം സമയമൊന്നും എടുക്കൂല കേട്ടോ. ഇത് ചൂടാറുമ്പോൾ തന്നെ ഈ അലുവ സെറ്റായി കിട്ടുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുകളിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ടിട്ട് അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക, അത്രേ ഉള്ളൂ. അലുവ സെറ്റായിട്ടുണ്ട്. മുകളിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ട് സൂപ്പർ അലുവയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീട്ടമ്മമാർക്ക് തന്നെ ഉണ്ടാക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ അലുവ ഉണ്ടാക്കാൻ കഴിയും. എന്തായാലും നമുക്കിത് ഇനി ഡിമോൾഡ് ചെയ്ത് നോക്കാം. നല്ല സുന്ദരമായ അലുവ ലഭിച്ചിട്ടുണ്ട്. നമുക്കിതിനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള അലുവയാണ്. അലുവ ഉഷാറായിട്ടുണ്ട്. നേമോള് വന്നിട്ടുണ്ട്. എന്തായാലും നേമോള് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.